കൽപ്പകവാടി എത്താറായി. നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണിന്റെ സ്ഥലം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോ നല്ല ബ്ലോക്കും റോഡ് പണിയുടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വലിയ കാര്യമായ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് എത്തിപ്പെട്ടു എന്നാലും. പക്ഷെ ആ ജംഗ്ഷനിൽ ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. എന്തോ റോഡ് പണിയുടെ വിഷയം നടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങോട്ട് എന്തായാലും വണ്ടി ആക്സസ് ഉണ്ട്. ഞാൻ റൈറ്റ് ടേൺ ആണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെന്തിനാണ് ചവിട്ടുന്നത്? അവിടെ ബ്ലോക്കാണ് കേട്ടോ. അവിടെ വൺ വേ ത്രൂ മാത്രമേ ഉള്ളൂ. ഒരു ടൈമിൽ ഒരു വണ്ടി മാത്രം ഒരു സൈഡിലോട്ട്. അപ്പൊ നമുക്കത് ഇങ്ങോട്ടാ പോകേണ്ടത്. കുറച്ച് ദിവസങ്ങളിലൂടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറാൻ സാധിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ സൈഡിലൊക്കെ വെള്ളം. അപ്പുറം ഇപ്പുറം എല്ലാം ഇതാണ്, പാടമാണ്. കണ്ടില്ലേ നിറഞ്ഞു കിടക്കുവാണ് ഇവിടെയൊക്കെ വെള്ളം. ഇത് കരകവിഞ്ഞ് ഒഴിഞ്ഞു കേട്ടോ. ഈ 2 ദിവസം വലിയ കാര്യമായ മഴയില്ലാഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഇവിടെ അധികം വെള്ളം കയറാതിരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടെയൊക്കെ പച്ചപ്പായിരുന്നു കംപ്ലീറ്റ്. ഇപ്പൊ നോക്കിയാൽ മൊത്തം വെള്ളമായി. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഒരു നല്ല മഴയ്ക്ക് ഇവിടെ മൊത്തം വെള്ളം കയറും. അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു. നല്ല തിരക്കാണ്, ഉച്ച സമയമാണ്. ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രിയല്ല, MDTVയുടെ നൈറ്റ് എഡിഷൻ വീഡിയോ മാത്രമല്ല, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കുട്ടനാട്ടിലാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് കുട്ടനാടിന്റെ ഭംഗി എന്ന് പറയുമ്പോൾ. ഇപ്പൊ എന്തായാലും മഴയൊക്കെ കനത്തു, വർഷകാലമായി, പ്രളയത്തിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെന്നൊക്കെ വേണം പറയാം. അപ്പോൾ ഇവിടെ എല്ലാം പാടത്തെല്ലാം വെള്ളം കയറി നിറഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, കംപ്ലീറ്റ് വെള്ളമായി. ഇവിടൊക്കെ നല്ല പാടമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച സ്ഥലം ഇതല്ല, കായൽ പോലെ കിടക്കുകയാണ് ആക്ച്വലി. ഇത് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ പാടമാണെന്ന് ഒരിക്കലും തോന്നത്തില്ല, വിശ്വസിക്കത്തില്ല ആദ്യമായിട്ട് വരുന്നവരൊരിക്കലും. അപ്പോൾ എന്നിരുന്നാലും നമ്മളിന്നൊരു ഉച്ച ഊണിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും MDTVയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ നമ്മുടെ സ്വന്തം മിനി കൽപ്പകവാടിയിലാണ് വന്നിരിക്കുന്നത്. അരിക്കൊമ്പൻ വേണോ അതോ ചക്കക്കൊമ്പൻ വേണോ? രണ്ടായാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് നല്ലപോലെ കിട്ടും. നമുക്ക് എന്തായാലും ചക്കക്കൊമ്പനിൽ കയറി തന്നെ പരിപാടി നടത്താം. അടിപൊളിയാണല്ലോ സംഭവം, കിടുവേട്ടാ. അടിപൊളി ഫാനും ഉണ്ട്. ലൈറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ 4 വെച്ച് മൊത്തത്തിൽ 8 പേർക്ക് ഇവിടെ ഓക്യുപ്പൈ ചെയ്യാം. നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് അടിക്കാം. ഫുഡേ കള്ളല്ല, കള്ളടിക്കേണ്ടവർക്ക് കള്ളടിക്കാം. പക്ഷേ MD എന്തായാലും കള്ളടിക്കുന്നില്ല. പിന്നെ നമുക്ക് അയൽവക്കക്കാരുണ്ട്, അരിക്കൊമ്പനുണ്ട്. പിന്നെ അപ്പുറത്ത് പുതിയൊരു ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു ഹട്ട് അവർ ഈ റീസെൻ്റ് ആയിട്ട് അവർ പണിഞ്ഞിട്ടുണ്ട്. മുമ്പ് അതില്ലായിരുന്നു ആക്ച്വലി. കണ്ടി നമ്മുടെ കാർ പാർക്ക് ചെയ്തേക്കിൻ്റെ നേരെ അപ്പുറത്ത് ഒരു ഫാമിലി ഹട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അന്ന് ഇതുപോലെ ഞായറാഴ്ചയാണ് നമ്മൾ വന്നത്. പക്ഷെ അന്നത്തെ അത്രയും തിരക്കില്ല, മഴയൊക്കെ ആയതുകൊണ്ട് ആയിരിക്കും. പക്ഷേ അതല്ലേ, അത് കാരണം നമ്മള് ഊണ് കഴിക്കാൻ പോയി. ബിരിയാണി ഒന്നും ഇല്ലല്ലോ ഇവിടെ. ബിരിയാണി ഇല്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന ആ ഒരു പരമ്പരാഗത രീതി. നല്ല അടിപൊളി ഊണ് തരാം. അതെ, എന്താ ഊണ് എന്താ സ്പെഷ്യൽ? എന്തായിരുന്നു? എല്ലാ ഐറ്റംസും ഊണിന്റെ. അന്ന് ചേട്ടൻ പറഞ്ഞ ചമ്മന്തി. അതെ, ചമ്മന്തി ഒരിക്കലും മറക്കത്തില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ ചമ്മന്തി ചേട്ടനാണ് ഇതിന്റെ പുറകിലുള്ള കൈകൾ. ചമ്മന്തിയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഈ ഊണിന് ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ സ്പെഷ്യല് ചമ്മന്തി തന്നെയാണ്. അപ്പൊ ചമ്മന്തി അത് പറയേണ്ട ആവശ്യമില്ല. ബാക്കി കരിമീൻ ഇല പൊള്ളിച്ചുണ്ട് ഊണിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള. എത്ര വരും ഒരു സൈസിനനുസരിച്ച്? അതിന്റെ സൈസ് 600 വരും. ഒരു നല്ല സൈസ് വരും. അതെ, ഓക്കെ. പിന്നെ പ്രോൺസിന്റെ പുതിയ ഐറ്റംസ് എല്ലാം എടുത്താൽ പ്രോൺസിന്റെ റോസ്റ്റ് ഉണ്ട്, പിന്നെ ചെറിയ ഫ്രൈ ആയിട്ടുള്ളതുണ്ട്. റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ ചട്ടിച്ചോറ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ഒക്കെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഊണ്. പിന്നെ ഫിഷ് ഫ്രൈ വേറെ ഏതൊക്കെ ഉണ്ട്?
ഫ്രൈ, കരിമീൻ, വരാല്, ഈ ഐറ്റംസ് ആണ്. കേര, ചെറിയ പൊടിമീൻ, പൊടിമീൻ വേണ്ട, കേരയും ഒന്നുമില്ല. കേര ഐറ്റംസ് ഇല്ല. നമ്മുടെ ഈ ചൂരയൊക്കെ അല്ലേ സാധാരണ തലയുണ്ട്, നെന്മീൻ തലക്കറി. തല വേണ്ട, തലക്കറി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോ ചെമ്മീൻ നമ്മൾ അന്ന് മേടിച്ച ചെമ്മീൻ ഏതായിരുന്നു? ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞ്, അത് നമ്മൾ വലിയ കൊഞ്ചല്ല, കായക്കൊഞ്ച്. അതെ, അല്ല കുറെ എണ്ണം ഉണ്ടായിരുന്നു, ചെറിയ പീസുകൾ, ചെറിയ പീസായിട്ടുള്ള വാഴയിലൊക്കെ പൊതിഞ്ഞത്, പൊള്ളിച്ചായിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ട് തന്നെ. അതെ, ആ റോസ്റ്റ് ആയിട്ട് വന്നത്. ഇതെന്തായാലും ഫ്രൈ ആക്കി എടുത്തോളണം. ഫ്രൈ ആണ് റോസ്റ്റ് ആണോ നല്ലത്? റോസ്റ്റ് സെമി ഗ്രേവി. നമ്മൾ അന്നും മേടിച്ച അതിനില്ല, അവിടെ ചോദിച്ചത്. എന്നാ അങ്ങനെയാണ് ചേട്ടന്റെ ഇഷ്ടം. ഒരു സെമി ഗ്രേവി ആക്കി എടുക്കാം, നല്ലൊരു മൂപ്പിച്ചോണം. പിന്നെ ഫിഷ് കറി ഏതാ? ഫിഷ് കറി, വരാല്, വാള, നാടൻ വാളക്കറി ഉണ്ട്. വാള നല്ലതല്ലേ? നല്ല എത്ര ചെറിയൊരു കറിക്ക്? അതിന് 200, 250 ഒരു വാളക്കറി എടുക്കും. വാളക്കറി, ചെമ്മീനും ഒരു ഊണും ഒരു വാളക്കറി. വാളക്കറി പിന്നെ ചമ്മന്തി മറക്കരുത്. അതിനല്ല. ഞാൻ തന്നെ അങ്ങോട്ട് വരാം, കിച്ചണിലൂടെ നമ്മുടെ സംഭവങ്ങളൊക്കെ നോക്കട്ടെ. നെല്ലിൻ തല, വാളത്തല, വരാല് തല, എല്ലാത്തിനും തലയും എടുത്തേ. പിന്നെ കറി, അതായത് പീസ്, പിന്നെ മുയല്, കാട, നാടൻ ചിക്കൻ കറി. അതെ, നാടൻ കോഴിയാണല്ലേ? ഇത് ബീഫാ. ഇത് മുയലാണോ? ഇതുവരെ മുയൽ ഫ്രൈ ചെയ്തിട്ടില്ല, പക്ഷേ വേണ്ട ഇപ്പത്തേക്ക് വേണ്ടി. ഇതെന്താണ്? അത് കാട. കാട. അപ്പുറം പൊടിമീൻ. ഇത് നല്ല ഡിമാൻഡുള്ള സാധനമല്ലേ? എത്ര കിലോ ഉള്ളൊരു മീനായിരുന്നു ഇത്? ഇത് 1.5 തല. കിട്ടിയില്ല, മൊത്തം മീന്. ഓക്കെ. താറ ഒരു തരത്തിലുള്ള കറി വെക്കത്തില്ല അവിടെ. അതെല്ലേ? ഇത് വാളത്തലയോ? നെയ്മീൻ. ഓക്കേടാ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഇവിടുത്തെ ഉച്ചക്കത്തെ? ഇന്ന് സ്പെഷ്യൽ വരാല പപ്പാസ്, കരിമീൻ പപ്പാസ്, അത് വാപ്പിസ്. മറ്റേ അല്ലേ ചേട്ടാ? ഈ കറച്ചിങ് കൊടുത്തു. ഞണ്ടല്ലേ? നല്ല നാടൻ കോഴി അല്ലേ? ഇതിനെത്ര വരും ഒരു പ്ലേറ്റ്? 290 രൂപ. 290. വിലയിൽ ആരും ഇതാക്കേണ്ട കാര്യമില്ല, അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, ചിക്കൻ 65. ഇത് നാടൻ കോഴിയാണോ അതോ നമ്മുടെ വരാലോ? തലക്കറിയാണോ? തലക്കറി. അപ്പൊ ഈ വരാലിന്റെ പീസൊക്കെ ഇവിടെ പോകും? അതിനകത്തുണ്ട്. ഇത് വാളത്തലയാണ്. രണ്ടായിട്ട് പുറത്തിരിക്കുമല്ലോ. കൊടുക്കുമ്പോ സെറ്റാക്കി കൊടുക്കും. ഇത് വരാല് ഏത്? രണ്ടു വില തന്നെയാണ്. വരാലിന് എത്രയാണ്? വാളത്തലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വഴിയോരത്തിന് വിട്ട അതല്ലേ? ഓ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആറ്റുവാളല്ലേ? ആറ്റുവാള. അപ്പൊ എന്തായാലും കുറെ പണ്ട് തൊട്ടേ വിചാരിക്കുന്നതാണ് ഇത് കാണുമ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതുവരെയായിട്ട് അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും ആ അവസരം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന്. അതിലൊരുപാട് സന്തോഷം. കാരണം ഇവിടുത്തെ ഏത് കറി കഴിച്ചാലും നമുക്കൊരു കണ്ണ് പടച്ച് മേടിക്കും. ഞാനിത് പ്രൊമോഷൻ ഒന്നുമല്ല ഈ പറഞ്ഞത്, ഞാൻ പ്രൊമോഷൻ ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരിട്ട് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്ഥലത്തെ കുറിച്ച് ഞാൻ നല്ലപോലെ പറയും. കാരണം അത് നമുക്ക് കോൺഫിഡൻസ് ആണ്. കാരണം ഇവിടുത്തെ ഫുഡ് ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരു തരം നമ്മൾ അധികം ഫുഡ് മേടിക്കത്തില്ലെങ്കിൽ എന്താണ് മേടിക്കുന്നത്, ഓരോ തവണ വെറൈറ്റി ഫുഡുകൾ ഇവിടുന്ന് മേടിക്കും. അതെല്ലാം നമ്മൾ എപ്പോഴും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടേ ഉള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ എപ്പോഴും ഇതുകൊണ്ടാണ് നമ്മൾ പലരും ഈ ഷാപ്പിന്റെ ലൊക്കേഷനൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവരോട് എല്ലാവരും ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ മൃണാളൊക്കെ പറയുന്ന പോലെ ഫോർട്ട് കൊച്ചിയിലെ മറ്റേ ഇങ്ങനെ കടയൊക്കെ പോയി അവിടെ പോയി കഴിച്ചവർക്ക് വരുന്ന പ്രശ്നം. നമ്മൾ അങ്ങനൊന്നും പറയത്തില്ല. നമ്മളെല്ലാം നേരിട്ട് പരീക്ഷിച്ചിട്ട് മാത്രമേ നമ്മൾ എപ്പോഴും ഒരു വില പറയത്തുള്ളൂ. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് ഇവിടെ വരാം. പുള്ളിയാണ് എന്റെ മുതലാളി. ഇതിന്റെ ഓൾ ഇൻ ഓൾ. പുള്ളിയുടെ ഒരു വിശ്വാസത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. വളത്തല. എത്ര കിലോയുടെ വാളയായിരുന്നു ഇരിക്കുന്നത്? 6 കിലോ. 6.5 കിലോ. ഈ ഒരു തലക്കറിക്ക് എത്ര രൂപ വരും? 490, 500 രൂപ. അതെ. ഉദ്ദേശം എത്ര രൂപ വരും ഈ ഒരു തലക്ക്, ഈ ഒരു പ്ലേറ്റ്?
അത് രണ്ടിലേക്ക് എടുത്തത്. ആണല്ലേ? ഞണ്ട് ഇത് വലിയ ഞണ്ട്, അത് ഇവിടെ കൊടുക്കാറുണ്ടോ? വരുന്നുണ്ട്. ഉണ്ടല്ലേ? നമ്മളത് കട്ട് ചെയ്തിരിക്കുക. കട്ടി പീസാക്കിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കണവ. ഓ, ഇത് നമ്മുടെ മക്കോണി പോലെ ഇരിക്കുമല്ലേ കണ്ടു. അപ്പൊ നമ്മുടെ ചേട്ടൻ നമ്മുടെ ഊണിനുള്ള വിഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് കഴിയും. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. നല്ല അടിപൊളി ചോറ്. ഇതിലോട്ടാണ് എനിക്ക് പറയേണ്ടത്. ഈ ചമ്മന്തി ഇത് ഇത്രയൊന്നും പോരെനിക്ക്. ഇതൊന്നും കൊണ്ട് ഞാൻ മതിയാവില്ല മക്കളെ. എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വേണ്ടത്. പയർ, പിന്നെ മീൻകറി. ഇത് കായൽ മീൻകറി കേട്ടോ, കായൽ മീനായിരിക്കും. പിന്നെ വറ്റൽ മുളക്, അടിപൊളി നാരങ്ങ അച്ചാറ്, പിന്നെ കക്കാരച്ച്. അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അല്ലേ? ചെമ്മീൻ റോസ്റ്റ്, സാമ്പാർ, പച്ചമീൻ. ഒരു ഗ്ലാസ് കൂടെ തരും കേട്ടോ ചേട്ടാ. ഐ മീൻ പ്രോൺസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെമ്മീന്റെ ഒരു വേറൊരു തരത്തിലുള്ള റോസ്റ്റ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ മതി ഒരാൾക്ക് സുഭിക്ഷമായിട്ട് ഊണ് കഴിക്കാൻ. ഇത്രയൊക്കെ മതി. സാമ്പാറുണ്ട്, പച്ച മുരുണ്ട്, ഇത്രയൊക്കെ പോരെ. നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? നല്ല അടിപൊളി വിഭവങ്ങളുമായിട്ട് ഇന്നത്തെ ഊണെന്തായാലും ഞാൻ പൊളിക്കും. ഓ, ഞാനത് മറന്നുപോയി ആക്ച്വലി. അത് ശരി. ഞാൻ വാള ആദ്യമായിട്ട് കഴിക്കണം ആക്ച്വലി. റോഡിൽ തൂക്കിയിട്ടേക്കുന്നതേ കണ്ടിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാത്തരത്തിനല്ലേ പിന്നെ ഇത്രയും മേടിച്ച് വേസ്റ്റ് ആക്കാനല്ലേ എന്നൊക്കെ ചോദ്യം വരും. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എന്തായാലും ഇത് മുഴുവൻ കഴിച്ചു തീർന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ഒന്നും കഴിക്കാതെ ചാടി. അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് പറഞ്ഞെങ്കിൽ ആദ്യം ഒരു ഇത്തിരി വെള്ളവും കൂടെ സെർവ് ചെയ്ത് വെക്കണം ഭക്ഷണത്തോടൊപ്പം. ഏത് സാഹചര്യത്തിലാണ് നമുക്ക് വെള്ളം ആവശ്യം? വല്ലതും തൊണ്ടയെ കെട്ടി കഴിഞ്ഞാൽ ഉടനെ കുടിക്കേണ്ടത് വെള്ളമാണ്. അപ്പൊ കുപ്പി തുറക്കാനുള്ള ഗ്യാപ്പില് കുപ്പി തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം തൊണ്ടയെ കുടിക്കും, നിര്യാതനായി പോകും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം സെർവ് ചെയ്യണം. ഗ്രേവി ഉള്ളത്, ഈ മുളക് കറി ഉള്ളത് ഇതിന്റെയാണ്. നമ്മുടെ വാളക്കറിയുടെയാണ് മുളക് കറി. അപ്പൊ വാളക്കറിയുടെ മുളക് കറി കഴിക്കുന്നതിന് മുമ്പ് എല്ലാരും പറയും ഇതെടുത്ത് കമത്ത്, അല്ലെങ്കിൽ ഇതാ സാമ്പാറുണ്ട്, സാമ്പാർ എടുത്ത് പൊളിക്കുക എന്നൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ. പക്ഷെ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. എവിടെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചമ്മന്തിയും ചോറും വെച്ച് ഞാനങ്ങ് അക്കൗണ്ട് തുടങ്ങാൻ പോവാണ് മക്കളെ. എനിക്കതാണ് പ്രിയം. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എന്റെ രീതിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ വട മോനെ ചമ്മന്തി കൂട്ടാ. ഞാൻ ഇനിയും ചോദിക്കും ചമ്മന്തി. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞത്. ചമ്മന്തി വെച്ച് ഫസ്റ്റ് റൗണ്ട് പിടി ഞാൻ പിടിക്കാൻ പോവുകയാണ് മക്കളെ. ഓ, കൊതിയാവുന്ന മുന്നേ ആ മുളക് കഷ്ണവും കുഴച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ പിടച്ചു കഴിഞ്ഞുള്ള സുഖം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ആക്ച്വലി. കേട്ടോ, ഇതിന്റെ ഒന്നും സുഖമല്ല. ഇതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ നമ്മുടെ തനത് ഭക്ഷണം. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോഴാണ് തോന്നുന്നത് ഇതൊന്നും വേണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഇത് കഴിക്കാൻ ഇത് മാത്രം മതി നമുക്ക്. അയ്യേ, ഇഞ്ചി എന്റെ ശത്രു ഉണ്ടായിരുന്നതിനകത്ത് ഇഞ്ചി. പക്ഷെ വയറ് ബാലൻസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും അനുയോജ്യം ഇഞ്ചി തന്നെയാണ്. വരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം MD is gonna try ആറ്റുവാളം. പാടാമോനെ, ആ എണ്ണയും ആ മുളകും എല്ലാം കൂടെ പുളപ്പൻ. ആഹാ, അന്തസ്. ഒരു പപ്പടവും കൂടെ. പപ്പടം വേണ്ടിരിക്കുന്നതാ മോനെ. പക്ഷെ പപ്പടത്തിന്റെ ഫ്ലേവർ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ തനതായിട്ടുള്ള ഫ്ലേവർ എൻജോയ് ചെയ്താലല്ലേ കാര്യങ്ങൾ ഒരു വെട്ടിപ്പാവത്തുള്ളൂ. അപ്പൊ എന്റെ അമ്മു അന്യായ മുളക.
കാശ്മീരി ഒന്നും അല്ല, നല്ല ഒറിജിനൽ മുളക് പൊടിയൊക്കെ കുഴച്ചു വെച്ചിരിക്കുക. ഇത് അടിപൊളിട്ടോ. കറിയുടെ ഗ്രേവി നമ്മൾ കൂട്ടി, വാള നമ്മൾ കൂട്ടിയില്ല. വാളയിലേക്ക് ഞാൻ വരും അതിനു മുമ്പ്. കാരണം ഇതങ്ങ് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കറികളുടെ ഒന്നും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം നാവിൽ മുഴുവൻ ആ എരിവുള്ള കറികളുടെ ഒന്നും യഥാർത്ഥ ഫ്ലേവർ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാൻ വാളക്കറി കഴിക്കാം, അതിനു മുമ്പ് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ആ സ്പൂണൊന്നും എടുക്കുന്നില്ല കേട്ടോ, സ്പൂണൊക്കെ വെറുതെ എടുക്കാറുണ്ട്. ആ മസാലക്കൂട്ടും ആ തക്കാളിയും എല്ലാം കൂടെ ആയിട്ട് ഇതാ ഇങ്ങനൊരു പെടപടയ്ക്കണം. സംഭവിച്ചു കൊടുക്കാം. ഷാപ്പിലെ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതലായിരിക്കും, നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മളത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തേങ്ങാക്കൊത്തും ആ ചോറും ആ മസാലയും ആ ചെമ്മീനും കൂടെ ചേർന്ന് വന്നപ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ, അത് നമുക്ക് വേറെ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ചൈനീസ് ഐറ്റം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചിക്കൻ്റെ പല വെറൈറ്റി കഴിക്കുമ്പോഴും അതൊന്നും നമുക്ക് കിട്ടൂല. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കക്കാറച്ചിലോട്ടാണ്. ഓടാമലി ഈ മുളക് ചാറിനകത്ത് മുക്കി ചമ്മന്തി, ചമ്മന്തി ഉണ്ടായിരുന്നു, തെറ്റല്ല പറഞ്ഞത്. ചമ്മന്തിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സവോളയും വാരിയിട്ട് ഈ കക്കാറച്ചി ഒന്ന് പിടയ്ക്കാം. ഒന്ന് കഴിക്കുമ്പോ തോന്നും, ഒരു കറി കഴിക്കുമ്പോ നേരത്തെ കഴിച്ച കറിയേക്കാളും ഇത് അടിപൊളിയാണെന്ന് തോന്നും. അത് സത്യമാണ്. ഞാൻ ആദ്യമേ വാളക്കറി കഴിച്ചു. വാളക്കറി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ കഴിച്ചു. അപ്പോഴേക്കും തോന്നി വാളക്കറിയേക്കാളും ബെസ്റ്റ് ചെമ്മീനാണ്. അപ്പോ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ കക്കാറച്ചി കഴിച്ചപ്പോ അതാണ് കൂടുതൽ ഗെറ്റപ്പ് എന്ന് തോന്നുന്നത്. അതാണ് ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ. ഞാൻ ആദ്യം പറഞ്ഞത് ഇവരെല്ലാ കറിയും അതേപോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഊൺ സ്റ്റൈലിൽ നമുക്കൊന്ന് കഴിക്കാം. സാമ്പാറും പപ്പടവും, ഈ വെജിറ്റബിൾ കറി ഞാൻ അധികം കഴിക്കാറില്ല. അച്ചാറും വറ്റലും ചമ്മന്തിയും എല്ലാമായിട്ട് ഒരു റൗണ്ട് പറയാം. ഞാൻ ഒരു പ്ലേറ്റ് ചോറും കൂടെ മേടിക്കും മിക്കവാറും ഇപ്പോൾ പോയത്. നമുക്ക് ഇവനിതാ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. തൊട്ടപ്പത്തിന് അടർന്നു പോകുന്നില്ല ഇവൻ. ഇവനാള് ജിഞ്ചില്ലാക്കടി കണ്ടോ. ഇവനെ കഴിക്കണമെങ്കിൽ ഇവന്റെ മസാലയും കൂടെ വേണം. ഇതിന്റെ തൊലി ഞാൻ കളയട്ടോ, എനിക്കത് ഇഷ്ടമല്ല. ഇവന്റെ മീറ്റ് നമുക്ക് മീറ്റായിട്ട് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. അടർന്ന് വീഴുവാണ് കണ്ടോ, അത്രയും ടെൻഡർ മീറ്റാണ് ഇവന്റെ. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആറ്റുവാള കഴിക്കുന്നത്. സ്വച്ഛ് ആറ്റുവാള. സംഭവം അടിപൊളി കേട്ടോ. ആ എരിവിനകത്ത് കുതിർന്ന് കിടന്നിട്ട് പഞ്ഞി പോലിരിക്കും കേട്ടോ. മീറ്റ് പഞ്ഞി പോലെ ആയിരിക്കും, ഒരു കട്ടിയുമില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി, ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ട് ആറ്റുവാള. ഇനി ഞാൻ കഴിക്കും എന്തായാലും മേടിച്ച്. ഞാൻ സാധാരണ റിവർ ഫിഷസ് ഒന്നും ഇങ്ങനെ കഴിക്കാറില്ല അധികം, പക്ഷെ ആറ്റുവാള ഒരു രക്ഷയില്ല. അടിപൊളി മീറ്റാണ്, സോഫ്റ്റ് പഞ്ഞി പോലിരിക്കുന്നത്. ഒരു വർഷമുണ്ട്, അതുകൊണ്ട് പൊളിക്കാൻ ഇവിടെ എടുത്തില്ല. ഇവിടെ വേണം മോനെ, നീയാണ് ജിഞ്ചില്ലാക്കടി, നീ ഇവിടെ കിടക്കും. നിന്നെ എരിവിനകത്ത് മുക്കി ഞാൻ പൊടിക്കണ്ട. ഇങ്ങനെ പൊടിക്കാതെ നമുക്ക് ഇതേ പരുവത്തിൽ ഇങ്ങനെ വായിക്കാത്തോട്ട് ഇങ്ങനെ വെച്ചു. നേരെ മുകളിലാണ് ഫാൻ പ്രവർത്തിക്കുന്നത് കണ്ടോ. അതുകൊണ്ടാണ് ഈ മുടിയെല്ലാം കൂടെ മോന്തിക്കൊണ്ട് കിടക്കുന്നത്. പണ്ടൊക്കെ ഡ്രങ്കജി പറയുമായിരുന്നു മുടി ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ, അടിച്ചു കഴിഞ്ഞിട്ട് മുടി അങ്ങ് ടച്ചിങ്സ് ആയിട്ട് വായിലോട്ട് വെച്ചാൽ മതി. ഇപ്പോഴും ഏകദേശം ആ പരുവത്തിലൊക്കെ തന്നെ വരികയാണ്.
ചെമ്മീൻ വിട്ടുള്ള കളിയില്ല. എനിക്ക് ഫിഷിന്റെ ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രോൺസ് തന്നെയാണ്. അത് അന്നും അതെ ഇന്നും അതെ. ഒരു ചില്ല് ബിയർ കൂടെ ആവായിരുന്നല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കാറുള്ളൂ. എനിക്ക് കുറച്ച് മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ടേസ്റ്റുകളും എല്ലാം മനസ്സിലാക്കി വരുന്നത്. സൂപ്പർ. എന്താ അറിയാ ടേസ്റ്റ്. പക്ഷെ ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ വാഴക്കറി കഴിച്ചപ്പോഴേക്കും ഞാൻ മടുത്തു വിട്ടു. മത്തടിച്ചതുപോലെ ഫീൽ. അത്രയും ടേസ്റ്റാണ്. സബാഷ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് എത്തിക്കഴിഞ്ഞു. ഇത് വേറെ ലൊക്കേഷനിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒത്തിരി നല്ല തിരക്കുള്ള സമയമാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു ഫാമിലി റൂമിലാണ് ഇരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കേണ്ട ഒത്തിരി ഫാമിലി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മോശമല്ല. അതാണ് ഞാൻ ഈ ജ്യൂസ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിവിടെ സെർവ് ചെയ്ത് കയറി ഞാൻ ഇങ്ങോട്ട് മേടിച്ചു. അത്രയേ ഉള്ളൂ. നമ്മൾ അത്രയും സ്വാർത്ഥനാവാൻ പാടില്ല. ആൻഡ് ഐസോഡ് ഇട്ടതെങ്കിൽ ബെറ്റർ ആയിരുന്നു എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്ന് വൈറ്റ് കളർ ഫ്ലേവേർഡ് വാട്ടറാണ് മേടിച്ചിരിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വവ്വാലിൻ്റെ ഒക്കെ ഒരു കമ്പനി ഉണ്ടല്ലോ, ഒരു ഫ്ലേവേർഡ് വാട്ടറിൻ്റെ, ദ സെയിം തിങ് ഈസ് ദിസ്. ആ കുടുംബത്തിലെ വവ്വാലിന് എന്താ പറയുക, ബാച്ച് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ലെമൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫ്ലേവേർഡ് വാട്ടറാണ്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മുടെ ബ്രോ ആസ് യൂഷ്വൽ പുള്ളി കളർ സാധനം മാത്രമേ കഴിക്കാറുള്ളൂ. മുട്ടത്തലേനല്ലേ, മുട്ടത്തലേൻ്റെ ഫ്ലേവേർഡ് വാട്ടർ കോള. അതെ, കോള ഫ്ലേവേർഡ് വാട്ടർ. അപ്പോൾ എന്തായാലും എനിക്ക് ആക്ച്വലി ഉച്ചയ്ക്ക് കഴിച്ച ആ ഒരു ഹെവി ലഞ്ചിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും വയറൊക്കെ ഫിൽഡ് അപ്പാണ്. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും കഴിക്കുന്നില്ല. വളരെ ചെറിയ രീതിയിൽ ഒന്ന് മണപ്പിച്ചങ്ങ് വിട്ടേക്കാം. എന്ത് പറയുന്നു? അപ്പോൾ ഒരു കാര്യം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. ഞാൻ രണ്ട് ദിവസമായിട്ട് ഒരു ഷോർട്സ് ഇട്ട് എല്ലാവരും അത് വലിയ രീതിയിൽ സ്വീകരിച്ചതാണ്. അടിച്ച് കയറി വാ മക്കളെ, അതല്ലേ ഇപ്പോഴത്തെ വൈബ് അല്ലേ, എനിക്കറിയാലോ. അടിച്ച് കേറി വാ. അതെ, അടിച്ച് കയറി വാ. റിയാസ് ഖാനും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്, അറിയാമല്ലോ. ഞാൻ പണ്ട് താടിയും മീശയൊന്നും ഇല്ലാഞ്ഞപ്പോൾ എന്നെ എല്ലാവരും റിയാസ് ഖാൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും അടിച്ച് കയറി വാ. ഇതാർക്കെ വെള്ളം വെച്ചേക്കുന്നു? അതിന് കൈസ് വേണ്ടേ? മതിയാ പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഈ രാത്രിയിലെ പരിപാടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എൻജോയ് ദ വീഡിയോ ഓഫ് MDT. റെഡി? യെസ്. ഉച്ചയ്ക്ക് താങ്കൾക്ക് തിരക്കായതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ആ ക്ഷീണം തീർക്കാൻ നമുക്ക് വൈകിട്ട് നമ്മളൊന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരോട്. സോ ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് അനാലിസിസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ എല്ലാവരും കേട്ടുകേൾവിയുള്ള കാര്യമാണ് നമ്മുടെ സഞ്ജു ടെക്കിയെ കുറിച്ചുള്ളൊരു വിവാദം. നമ്മളെല്ലാവരും ഇപ്പം ന്യൂസിലും പത്രത്തിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും എല്ലാം നിറങ്ങി നിൽക്കുന്ന കാര്യം അത് തന്നെയാണ്, നമ്മുടെ സഞ്ജുവിൻ്റെ കാര്യം. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ലതുപോലെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വിവരമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിം തിങ് ഈസ് ഹാപ്പനിങ് എവറി ടൈം. അപ്പോൾ അത് മറ്റൊന്നുമില്ല, അവൻ കാറിനകത്ത് പൂളും കൊണ്ട് റോഡിൽ പോയി അവിടെയൊക്കെ വെള്ളം ഒഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം സത്യസന്ധമായ കാര്യം തന്നെയാണ്. ആർക്കും അതൊരു തെറ്റിദ്ധാരണ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം അവൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തെല്ലാം നമ്മളെ കാണിച്ച് കഴിഞ്ഞു തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയാനായിട്ട് വന്നതെന്ന് വെച്ചെങ്കിൽ, സംഭവം ശുദ്ധ പോക്രിത്തരം തന്നെയാണ്. ഒരിക്കലും അത് ഞാൻ അല്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമ്മാതിരി പ്രവർത്തികളൊക്കെ നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ റീച്ചിനും വേണ്ടി ചെയ്യുന്നു, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലും നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എനിക്ക് സഞ്ജുവിനെ കുറച്ചെങ്കിലും ഒക്കെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്കറിയാം. കാരണം ഞാനും അവനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നുമല്ല. കാരണം ഞാൻ സഞ്ജുവായിട്ടുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴും പലരും നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും തന്നെ എപ്പോഴും പറയുന്നുണ്ട്, എന്തിനാണ് ആർക്കും താല്പര്യമില്ല ഇവനോട്, ഇങ്ങനെ ഇട്ട് താങ്കളുടെ വിലയും കൂടെ കളയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബ്രോ, അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണല്ലോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അവനെ കാണുന്നു, അവൻ എന്നെയും തിരിച്ച് നല്ലൊരു ഫ്രണ്ടായിട്ട് കാണും. ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരാണ്. ആ ഒരു ബന്ധം ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എന്താണോ അത് അവൻ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഇതായിരിക്കാം ഒരു പക്ഷേ എന്നോട് അവൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മാത്രം അവൻ എന്നോട് പെരുമാറുള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും ഇതൊരു ന്യായീകരണമായിട്ട് വരുമല്ല. പക്ഷേ അവനിപ്പോൾ ആദ്യമേ അവനെ MVD ഉള്ള കേസ്, അതായത് മറ്റേ പൂളാക്കിയ സംഭവം, അത് ജെന്യുവിനാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അതിന് ശേഷം അവനൊരു പോസ്റ്റ് ഇട്ടു, വീഡിയോ ഇട്ടു, അതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചെന്നാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. അതായത് MVDനെയും സിസ്റ്റത്തിനെയും അതുപോലെ ന്യൂസ് മീഡിയ എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ട് അവൻ പോസ്റ്റ് ചെയ്തു, വീഡിയോ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിഞ്ഞതും. കാരണം ആ വീഡിയോയുടെ പൂർണ്ണ രൂപം ആരും കാണിക്കുന്നില്ല, മനസ്സിലായി. അതിനകത്തെ ചില ഭാഗങ്ങൾ എടുത്താൽ നമ്മുടെ ന്യൂസിലെല്ലാവരും അങ്ങനെയാണല്ലോ, ഏതെങ്കിലും കാര്യത്തിലെ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതങ്ങ് വിവാദമാക്കി കളയും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ന്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലായാലും എല്ലാത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരാളൊരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ അതിനകത്തെ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അത് വിവാദമാക്കുന്നതാണ് ന്യൂസിൻ്റെ ഏറ്റവും വലിയ അജണ്ട. ഇപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ മാധ്യമധർമ്മം എന്ന് പറയുന്നത്. ഏത് ഫീൽഡിലായാലും ഞാൻ മീഡിയനെ മൊത്തത്തിൽ കുറ്റം പറയല്ല. മീഡിയ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്കും ഇതാണ് അവരുടെ വേറൊരു മുഖം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ആ വീഡിയോക്കകത്ത്, അതായത് അവൻ രണ്ടാമത് പോസ്റ്റ് ചെയ്ത ആ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ ചെയ്തത് തെറ്റായിപ്പോയി, എല്ലാം അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഇവർ കളഞ്ഞു കഴിയും. ന്യൂസിനകത്ത് അതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അവൻ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ എൻ്റെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് പോലും അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ ഈ പബ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞത് അവൻ പറഞ്ഞില്ലല്ലോ. അവൻ ആരോടും പറഞ്ഞില്ല, ന്യൂസുകാരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അവൻ്റെ ഈ കാര്യം എടുത്ത് ഇങ്ങനെ കൊടുത്ത് അവന് പബ്ലിസിറ്റി ഉണ്ടായിക്കോട്ടെ. അത് നിങ്ങൾ ചെയ്തതല്ല, ന്യൂസുകാർ, നിങ്ങൾ മീഡിയക്കാരാണ് അവൻ്റെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇത്രയും വൈറലാക്കിയതും വൈബാക്കിയതും ട്രെൻഡിങ് ആക്കിയതും നിങ്ങളല്ലേ. അപ്പോൾ അതിലൂടെ നാച്ചുറലായിട്ട് കിട്ടിയ പബ്ലിസിറ്റിയാണ്. അല്ലാതെ അവൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അവൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്യും, എനിക്ക് പബ്ലിസിറ്റി വേണം. നിങ്ങൾ തന്നെ ചെയ്തതാണ്. അതിപ്പോൾ അത് അവൻ്റെ തെറ്റായിട്ട് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് സ്വയമേ വന്ന് ചേർന്നതാണ് ആ പബ്ലിസിറ്റി. അത് നിങ്ങളുടെ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, ടൂറ് പോകുന്ന കാര്യം, അതൊക്കെ അവൻ്റെ പേഴ്സണൽ, അവൻ പറയുന്ന കാര്യങ്ങൾ ഇളച്ചൊടിക്കുന്നുണ്ട്. അവൻ ടൂറ് പോകും, അവൻ അത് ഇഷ്ടമുള്ള രീതിയിൽ അവൻ പറയട്ടെ. ഞാനിപ്പോൾ ന്യായീകരിക്കാൻ വരുമെന്നല്ല. ഇതിപ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ, സാധാരണക്കാരൻ പറയുമ്പോൾ ഇതാണ്, എനിക്കൊരു പണിഷ്മെൻറ്റ് കിട്ടി, ഞാനത് എൻജോയ് ചെയ്തോളാം എന്ന് ഞാൻ പറയുന്നതിനകത്ത് എന്ത് തെറ്റിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആവേശം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയ ഭയങ്കര ഹെഡിങ്ങൊക്കെ കൊടുത്ത് കാര്യങ്ങൾ പടച്ചു വിടുന്നുണ്ടല്ലോ. പക്ഷേ ഈ ആവേശം സിനിമ ഇറങ്ങുന്നതിന് 2 കൊല്ലം മുമ്പ് സഞ്ജു ഒരു വീഡിയോ ചെയ്തായിരുന്നു. അവൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് ഇതുപോലൊരു മിനി പൂൾ ഉണ്ടാക്കി അവൻ ചെയ്തൊരു വീഡിയോ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അന്നൊന്നും ഈ ന്യൂസും മീഡിയ ഇതൊന്നും വലിയ ആവേശം സ്റ്റൈലൊന്നും ആക്കിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായപ്പോഴേക്കും അതെടുത്ത് വലിയ പ്രചരണം ഉണ്ടാക്കി കഴിയും. I'm stuck in limbo, nothing